വളരെ കൗതുകമുള്ള ഒരു വിഷയമാണിത്. ഹിൻ. അതെ, മനുഷ്യർക്കും ജിന്നുകൾക്കും മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായും നോക്കാൻ പോകുന്നത് ഇതാണ്. ആരായിരുന്നു ഈ ഹിൻ? ശരിയാണ്. ഈ കഥകളൊക്കെ എവിടുന്നാണ് വരുന്നത്? പിന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ശരി, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇവിടെ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ കഥ തുടങ്ങുന്നതിന് മുൻപേ ഭൂമിക്ക് അതിൻ്റെതായ ഒരു കഥയുണ്ടായിരുന്നു. ഓക്കെ. ആ കഥയിലെ ഒരുപക്ഷെ ആദ്യത്തെ അധ്യായമാണ് ഈ ഹിൻ. നിങ്ങളുടെ ഉറവിടങ്ങൾ അനുസരിച്ച് ഇവർ കാറ്റിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. കാറ്റിൽ നിന്നോ? അതെ, ബുദ്ധിയോ വിവേകമോ ഇല്ലാത്ത, നിയമങ്ങളോ ചിട്ടകളോ ഇല്ലാത്ത ഒരു പ്രാകൃത സമൂഹം. ഒരു മിനിറ്റ്, ഈ കാറ്റിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഖുറാനിലോ ഹദീസിലോ ഉള്ളതാണോ, അതോ ഇതൊരു നാടോടിക്കഥ പോലെയാണോ നമ്മൾ കാണേണ്ടത്? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ വിവരങ്ങളൊന്നും ഖുറാനിലോ സ്വഹീഹായ ഹദീസുകളിലോ നേരിട്ട് പറയുന്നില്ല. ഓക്കെ. ഇത് വരുന്നത് ഇബ്ൻ കസീർ, വഹ്ബ് ഇബ്നു മുനബ്ബിഹ് പോലുള്ള ആദ്യകാല ഇസ്ലാമിക ചരിത്രകാരന്മാരുടെ രചനകളിൽ നിന്നാണ്. അപ്പോ ചരിത്രരേഖകളിൽ നിന്നാണ്. അതെ, അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു വിശ്വാസപരമായ ബാധ്യതയായിട്ടല്ല പണ്ഡിതന്മാർ കാണുന്നത്, മറിച്ച് ഭൂമിയുടെ പുരാതന ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു സാധ്യതയായിട്ടാണ്. ഓക്കെ, അപ്പോ അത് വ്യക്തമായി ഇത് ഖുറാനിൽ നിന്നല്ല, ചരിത്രകാരന്മാരുടെ രചനകളിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചരിത്രകാരന്മാർ അവരുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഭൂമിയിൽ എങ്ങനെയായിരുന്നു അവർ? അവർ പറയുന്നത് ഹിന്നുകൾക്ക് ഒരു നാഗരികതയും ഉണ്ടായിരുന്നില്ല എന്നാണ്. നാഗരികത ഇല്ലായിരുന്നു? ഇല്ല. ആരാധനയോ നിയമങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ ഭൂമിയിൽ അലഞ്ഞു നടന്നൊരു കൂട്ടം. കാലം കഴിഞ്ഞപ്പോൾ അവര് പരസ്പരം കലഹിക്കാനും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങി. ആ കാലഘട്ടത്തെ വിവേകമില്ലാത്ത ചലനങ്ങളുടെ ഒരു കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് പോലും. അപ്പോൾ അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു? ഇത്രയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരെ ദൈവം ശിക്ഷിച്ചതാണോ? അവിടെയാണ് രസകരമായ ഒരു വ്യത്യാസം വരുന്നത്. ഇതിനെ ഒരു ശിക്ഷയായിട്ടല്ല വിവരിക്കുന്നത്. ശിക്ഷയല്ലേ? അല്ല, കാരണം അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവില്ലായിരുന്നല്ലോ. ഓ, അപ്പൊ ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല? അതെ, ബിൽക്കുൽ. ധാർമ്മികമായ ഉത്തരവാദിത്തമില്ല. പകരം സംഭവിച്ചത് അവരെക്കാൾ ശക്തരായ ബിൻ എന്നൊരു വിഭാഗം വന്ന് ഇവരെ തുടച്ചു നീക്കിയെന്നാണ് പറയുന്നത്. ബിന്നോ? മറ്റൊരു വിഭാഗം? അതെ, ഇതൊരു എന്താ പറയാ, ഒരു ദൈവീകമായ മാറ്റിവെക്കലാണ്. ഭൂമിയെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരുക്കുന്നത് പോലെ. കോപത്തിന്റെ ഫലമല്ല. അതായത് അതൊരു ശിക്ഷയായിരുന്നില്ല, മറിച്ചൊരു സിസ്റ്റം അപ്ഗ്രേഡ് പോലെയായിരുന്നു എന്നാണോ? ഭൂമിയെ അടുത്ത ഘട്ടത്തിനായി ഒരുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാമോ? അതെ, ആ ഒരു രീതിയിൽ ഇതിനെ കാണാം. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. മനുഷ്യൻ ഭൂമിയിലെ ആദ്യത്തെ അവകാശിയല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ശരിയാണ്. ബുദ്ധിയും വിവേകവും എത്ര വലിയ അനുഗ്രഹമാണെന്നും ആ കഴിവുണ്ടെങ്കിലേ ഉത്തരവാദിത്തം എന്നൊന്നുണ്ടാകുന്നുള്ളൂ എന്നും ഒരു പാഠം. ഈ ഒരു ആശയം ഖുറാനിലെ ഏതെങ്കിലും ഭാഗവുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുമോ? കാരണം നേരത്തെ പറഞ്ഞല്ലോ ഇത് ഖുറാനിൽ നേരിട്ടില്ലെന്ന്. തീർച്ചയായും അതിനൊരു സാധ്യതയുണ്ട്. ഖുറാനിലെ 2-ാം അധ്യായത്തിൽ 30-ാം സൂക്തത്തിൽ മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മലക്കുകൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ അവിടെ നിയോഗിക്കുന്നത് എന്നുള്ളത്? അതെ, അത് തന്നെ. പല പണ്ഡിതന്മാരും പറയുന്നത് ഹിന്നുകളെയും ബിന്നുകളെയും പോലുള്ള മുൻകാല സൃഷ്ടികളുടെ ആ ഒരു സ്വഭാവം കണ്ടതുകൊണ്ടാവാം മലക്കുകൾക്ക് അങ്ങനൊരു സംശയം വന്നത് എന്നാണ്. ഓ, അപ്പൊ മലക്കുകളുടെ ആ ചോദ്യത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം ഉണ്ടാവാം അല്ലേ? അത് പുതിയൊരു അറിവാണല്ലോ. ഉണ്ടാവാം, അതൊരു വ്യാഖ്യാനമാണ്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കിയാൽ, ഹിന്ന് അത് ചരിത്രരേഖകളിൽ കാണുന്ന മനുഷ്യർക്ക് മുൻപുണ്ടായിരുന്ന കാറ്റിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അതെ, അവർക്ക് വിവേകമില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ കഥ മനുഷ്യന്റെ സ്ഥാനത്തെക്കുറിച്ചും ബുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. പോകുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാം. നിങ്ങളുടെ ഉറവിടത്തിൽ എടുത്തു പറയുന്നുണ്ട്, മതിലുകൾ പണിയുമ്പോൾ കാറ്റ് അപ്രത്യക്ഷമാകുന്നത് പോലെ ഹിന്നുകൾ അപ്രത്യക്ഷരായി എന്ന്. രസകരമായ ഒരു പ്രയോഗമാണത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മതിലുകളായ നാഗരികതയും നിയമങ്ങളും സാങ്കേതിക വിദ്യയും എല്ലാം ഇല്ലാതായാൽ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ നിന്ന് ഏതു തരം കാറ്റായിരിക്കും പുറത്തു വരിക?